അങ്ങനെ കാലയിൽ നമ്മൾ രണ്ടാളും കൂടെ ഒരുങ്ങി കെട്ടിച്ചമഞ്ഞ് ഇതാ പോവാൻ ഇറങ്ങിയിരിക്കുകയാണ്. എങ്ങോട്ടെന്നല്ലേ, ചാലയിലോട്ടാണ് പോകുന്നത്. ശിവഗിരിയിൽ നിന്ന് വാങ്ങിച്ച ബാഗാണ്, 300 രൂപ ആയുള്ളൂ. പിന്നെ ഇതാണ്ട് ഈ വള നമ്മുടെ ലക്ഷ്മീസ് നിന്ന് വാങ്ങിച്ചാണ്. അവിടെ നിന്ന് നമുക്ക് വേറൊരാളിനെ കൂടെ കിട്ടി, മറ്റൊരു ലക്ഷ്മി, നമ്മുടെ സ്വന്തം ലക്ഷ്മി തന്നെ. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവിടെ ഇതാ വായി നോക്കിയിരിക്കുന്നത്. പിന്നെ ലക്ഷ്മിയും കൂടെ കൂട്ടി നമ്മളും കൂടെ അങ്ങോട്ട് പോയി ചോദിച്ചപ്പോൾ അവളും അങ്ങോട്ട് തന്നെ വരണത്. ചാലയിലല്ല കേട്ടോ, അവൾ തമ്പാനൂർ വരെ ഉള്ളൂ. പിന്നെ നമ്മളിവിടെ ലാത്തി അടിച്ച് തമ്പാനൂർ കണ്ടിട്ടില്ലാത്ത കണക്ക് ഒരു 5-6 പ്രാവശ്യമൊക്കെ കറങ്ങി നടന്ന് നോക്കി. കാരണം നമുക്ക് വേറെ കുറച്ച് പേര് കൂടെ വരാനുണ്ടായിരുന്നു, നമ്മൾ ടീച്ചറൊക്കെ വരാനുണ്ടായിരുന്നു. ഞാൻ അരി വർക്ക് പഠിക്കാനായിട്ട് മുരുകമ്പുഴ പോകണുണ്ടല്ലോ, അവിടെ നിന്ന് ടീച്ചറിൻ്റെ കുട്ടികളും ഒക്കെ വരാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ വെയിറ്റ് ചെയ്ത് നിന്ന സമയം കൊണ്ട് കുറേ നേരമൊക്കെ വായി നോക്കി നിന്ന്. അപ്പോഴത്തേക്കും ടീച്ചറും പിള്ളേരും ഒക്കെ വന്ന്. പിന്നെ നമ്മളിതാ ചാലത മുഴുവൻ ചുറ്റിക്കറങ്ങി. ഞാൻ ഒരു 2 പ്രാവശ്യം നേരത്തെ പോയിട്ടുണ്ട്, പക്ഷേ ഈ കാഴ്ചകളൊന്നും ഞാൻ കണ്ടില്ല. കാരണം എൻ്റെ കെട്ടിയവനാണ് എൻ്റെ കൂടെ വന്നത്. ഇത്രയേ ഉള്ളൂ ചാലിയെന്ന് പറഞ്ഞ് ആകെ 2 ഫ്രൂട്ട്സ് കടയും ഒരു ഫാൻസിയും കാണിച്ചിട്ട് എന്നെ പറ്റിച്ച് അവിടെ നിന്ന് തിരിച്ച് വിളിച്ചുകൊണ്ട് വന്നു. അത്രയും വലിയൊരു മാർക്കറ്റും കളഞ്ഞിട്ടാണല്ലോ അന്ന് ഞാൻ 2 ഐസ്ക്രീമും ഒരു മഞ്ചുമുട്ടായിയും വാങ്ങിച്ച് തന്നപ്പോൾ ഞാൻ തിരിച്ചു വന്നതെന്ന് ആലോചിച്ച് ഇന്ന് ഞാൻ ഖേദിക്കുന്നു. അങ്ങനെ തന്നെ ഞങ്ങൾ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ച്. ഇവിടെ നമ്മൾ വാങ്ങിക്കാറുണ്ട് ഇടയ്ക്കൊക്കെ ഇതൊക്കെ, പക്ഷേ ഒത്തിരി വില കുറവായിരുന്നു. അങ്ങനെ നമ്മളതെല്ലാം കൈ കിട്ടിയതെല്ലാം നുള്ളിപ്പറക്കി ബട്ടർഫ്ലൈ, അങ്ങനെ കുറേ ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ട്. ഈ ഏരിയയൊക്കെ ലിജിക്കുള്ളതാണ്. അവൾക്കാണ് ഈ നുള്ളിപ്പറക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് ഇഷ്ടം. ഞാൻ നേരെ ആ മുത്തൊക്കെ വെച്ചിരിക്കുന്ന ആ സ്ഥലത്തോട്ടാണ് പോയത്. ഒരു റെഡ് മുത്ത് തിരക്കിയാണ് പോയത്. നമ്മളൊരു ബ്രൈഡുണ്ട് മീനാക്ഷി. ഇപ്പം മീനാക്ഷിയുടെ ബ്ലൗസിൻ്റെ വർക്ക് ചെയ്യാനായിട്ട് അവൾ പ്രത്യേകം പറഞ്ഞായിരുന്നു, ചേച്ചി മുത്ത് വാങ്ങിക്കുമ്പോഴേക്കും എന്നെ ഒന്ന് കാണിക്കണമെന്ന്. അങ്ങനെ മീനാക്ഷിക്ക് വേണ്ടി മുത്തൊക്കെ വാങ്ങിക്കാനായിട്ട് ഇറങ്ങി. കയ്യിലുള്ളതെല്ലാം തീർന്ന് ഇനി അവസാനം ദാഗം അത്രയേ ഉള്ളൂ. പിന്നെ അപ്പുറത്ത് വേറൊരു കടയുണ്ടായിരുന്നു. പിന്നെ വെറുതെ എൻ്റെ ടീച്ചർ വിളിച്ചുകൊണ്ട് മാത്രം ഒരു ഫോർമാലിറ്റിക്ക് ഞാൻ അങ്ങോട്ട് കയറി. വലുതായിട്ടൊന്നും വാങ്ങിച്ചില്ല, കാരണം പോക്കറ്റ് കാലി. ഇനി ഫുഡ് അടിക്കണമല്ലോ, ഫുഡ് അടിക്കാനുള്ള പൈസ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തിരിച്ച് തെണ്ടാതെ വീട്ടിൽ വരണ്ടേ, വണ്ടി കൂലിക്കും വേണമല്ലോ. അങ്ങനെ കുറച്ച് മാറ്റി വെച്ചിരുന്നു. പിന്നെ എനിക്ക് അവിടെ നിന്നൊരു ജ്യൂസ് കുടിക്കണമെന്നുണ്ടായിരുന്നു. ഒരു കട നേരത്തെ ഞാൻ കണ്ടായിരുന്നു, അവിടെ നിന്നൊരു ജ്യൂസ് കുടിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ നടന്നില്ല. അപ്പോഴത്തേക്കും എന്താ കണ്ട അടിപൊളി ഐറ്റംസൊക്കെയാണ്. അതെല്ലാം നോക്കിയതേ ഉള്ളൂ. വയറ് വിശന്ന് വയറ്റിൽ നിന്ന് പാട്ട് വന്നപ്പം നമ്മൾ ഇവിടെ പോയി, എന്താണ് സാധു ഹോട്ടൽ, അതവിടെ അടിപൊളി ഫുഡല്ലേ. അങ്ങനെ നമ്മൾ 2 പേരും കൂടെ നുള്ളിപ്പറക്കിയ പൈസയും കൂടെ കൊണ്ടുവന്ന് എന്തായാലും ദാരിദ്ര്യമൊന്നും കാണിക്കാൻ നിന്നില്ല. നമ്മുടെ ഇല്ലെന്നുള്ളതൊന്നും നമ്മൾ കാണിച്ചില്ല. വലിയ വെയിറ്റിട്ടൊക്കെ കയറി ഒരു ചിക്കൻ ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്ത് മുട്ടയും ചിക്കൻ കാലും ഒക്കെ കൂട്ടി തട്ടി അടിച്ച്. പൈസ എത്ര ഇല്ലെങ്കിലും ലിജിക്കാണെന്ന് വെച്ചാൽ ബിരിയാണി കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ലൈമും കൂടെ വേണം. പിന്നെ ഞാൻ നുള്ളിപ്പറക്കിയൊക്കെ നോക്കിയപ്പോഴത്തേക്കും ഒരു ലൈമിനുള്ള വക കൂടെ ഉണ്ടായിരുന്നു. പിന്നെ അതും കൂടെ വാങ്ങിച്ച് നമ്മളൊരു ബിരിയാണിയും ലൈമും ഒക്കെ കഴിച്ച് കുടിച്ച് സമാധാനമായി റെയിൽവേ സ്റ്റേഷനിലോട്ട് ഇനി പോകണമല്ലോ. അതിന് മുമ്പ് ബില്ലടയ്ക്കണം. ബില്ല് വന്ന് 609 രൂപയുണ്ടായിരുന്നുള്ളൂ. അതുകൂടെ ആയപ്പോൾ സമാധാനമായി. അതുമൊക്കെ അടച്ചിട്ട് അടുത്ത ട്രെയിനിൽ കയറി നാട്ടിലെത്തി.